Hi everyone, welcome back to my YouTube channel Made Path by Anu. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യണത്. ഗിവ് അവേയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓണത്തിൻ്റെ അന്ന് സെലക്ട് ചെയ്യാന്നാണ്. പക്ഷെ 1-2 കമന്റുകൾ കണ്ടു അതിന് മുമ്പ് സെലക്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ നോക്കിയപ്പോൾ അങ്ങനെ ആരും അധികം ഒരാഴ്ചയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാണാനില്ല. ഓൾമോസ്റ്റ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്യാന്ന്. ആദ്യം കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി എപ്പോഴും എല്ലാവരും ഈ കമന്റ് പിക്കർ വഴിയാണല്ലോ സെലക്ട് ചെയ്യണത്. പിന്നെ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ചെയ്തില്ലെങ്കിൽ മോശമാവില്ല എന്ന് വിചാരിച്ചിട്ട് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 1K ആവാറായിട്ടുണ്ട്. 1K ആയ പിന്നെ ഒരു ഗിവ് അവേയും കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 വിന്നേഴ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. ഇതും കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമെന്നുള്ളത്. ഗിവ് അവേയുടെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാന്ന്, പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്രാവശ്യം മാറ്റാതിരുന്നത്. പക്ഷെ 1Kക്ക് അങ്ങനെയല്ല ഉണ്ടാവുക, 2-3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇപ്രാവശ്യം വിന്നറിനെ സെലക്ട് ചെയ്യുന്ന ഇതേപോലെ കമന്റ്സ് ഒക്കെ പ്രിന്റ് എടുത്തു. പിന്നെ അതെല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ പേപ്പർ കട്ടർ ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ, ഇല്ലെങ്കിൽ ആകെ പാടായിരുന്നു. ഈ കട്ട് ചെയ്തെടുത്തുള്ള എല്ലാതും ഒരു ബോക്സിലിടും. ആ ബോക്സ് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം പിക്ക് ചെയ്തെടുക്കും. ആ കിട്ടുന്ന ആളായിരിക്കും വിന്നർ. സത്യം പറഞ്ഞത് തുടങ്ങിയ സമയത്ത് നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി മര്യാദയ്ക്ക് ആ കമന്റ് പിക്കർ വഴിയിട്ട് ഒരു കമന്റ് പിക്ക് ചെയ്ത് അങ്ങനെ വിന്നറിനെ സെലക്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന്. പിന്നെ പകുതി എത്തിയിട്ട് ഇത് നിർത്തി കമന്റ് പിക്കർ വഴി വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും പ്രിന്റ് എടുത്തത് വേസ്റ്റ് ആവില്ല എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് വിന്നറിനെ സെലക്ട് ചെയ്തേ. ഓൾമോസ്റ്റ് ഒരു ദിവസം മുഴുവൻ ഞാൻ ഇതിന് മെനക്കെട്ടിട്ടിരുന്നുണ്ട്, പ്രിന്റ് എടുക്കാനും ഒക്കെ കൂടിയിട്ട്. ഇത് ആദ്യത്തെ ഗീവ് അവേ ആയത് കാരണം ഒന്ന് വെറൈറ്റി ആയിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ. അതെനിക്ക് ഇത്രയും പണിയാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി അടുത്ത 1Kയുടെ ഗീവ് അവേക്ക് എന്തായാലും ഇങ്ങനെയൊന്നും വിന്നറിനെ സെലക്ട് ചെയ്യുന്നില്ല. കമന്റ് പിക്കർ വഴി തന്നെ വിന്നറിനെ സെലക്ട് ചെയ്യുള്ളൂ. ഇനി ഇങ്ങനെ മെനക്കെട്ടിരുന്നിട്ട് ഒരു ദിവസം കളയാൻ വയ്യ. ഓൾമോസ്റ്റ് 100+ പേജസ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കമന്റും പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും പേജസ് ഞാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ പ്രിന്റ് എടുക്കണ്ടേ, അത് മെനക്കേട്. അതേപോലെ തന്നെ ഇത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാൻ മെനക്കേട്. സാരില്ലേ, ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും കമന്റ് പിക്കർ വഴി എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുള്ള കമന്റ്സ് ഒക്കെ ഞാൻ ഈ ടിഷ്യൂ പേപ്പറിന്റെ ബോക്സിലത്തെ ആ പ്ലാസ്റ്റിക് കവറിങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യണേ. ലാസ്റ്റ് ഇതൊക്കെ കൂടി ഷേക്ക് ചെയ്തിട്ട് നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ വിന്നറിനെ സെലക്ട് ചെയ്യണ വീഡിയോ ഷോർട്സ് ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ ഒരു ദിവസം മുഴുവനുള്ള ഈ കഷ്ടപ്പാട് എങ്ങനെ ഞാൻ ഷോർട്സിൽ ഒതുക്കി തീർക്കും? ലോങ് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴും ഇതൊരു 2-3 മിനിറ്റ് മാക്സിമം അങ്ങനെ വിചാരിച്ചത്. ഇത് ഇത്രയും നീളൊന്നും വിചാരിച്ചില്ല. അപ്പം എനിക്ക് എന്തായാലും കിട്ടാത്തവരുടെ അടുത്താണ് പറയാനുള്ളത്, ആരും വിഷമിക്കേണ്ട. നമ്മൾ രണ്ടാമത്തെ ഗീവ് അവേ ഓൺ ദ വേ ആണ്. നമ്മളിപ്പോൾ 1K ആയില്ല പറഞ്ഞിട്ടാണ് ഇരിക്കണത്. 1K ആയ എന്തായാലും ഉടനെ തന്നെ ഗീവ് അവേ വരും. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 ആൾക്കാർക്കായിരിക്കും ഗീവ് അവേ ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം എജുമാർട്ടിൽ പോയപ്പോൾ തന്നെ 1K ആയി കഴിഞ്ഞ് തരാനുള്ള സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ തോന്നി ആയിട്ട് എടുക്കാമെന്ന്. അടുത്ത പ്രാവശ്യം ഗീവ് അവേയിൽ കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താലോ എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ലൈക്ക് കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്കൊക്കെ അല്ലേ, സ്റ്റിക്കേഴ്സൊക്കെ ഉള്ളത്, അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യണത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വേണോ അതോ ജ്വല്ലറി ഐറ്റംസ് വേണോ, അങ്ങനത്തെ ഒക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഈ കമന്റ്സ് വെട്ടിയെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് കളയണത് എന്താണെന്ന് വിചാരിക്കേണ്ട. മാക്സിമം എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ലൈക്ക് അങ്ങനത്തെ ഒക്കെ ഓരോ ഓപ്ഷൻസ് പ്രിന്റ് എടുക്കുമ്പോൾ വരുമല്ലോ, അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മാറ്റി കളയണത്. അല്ലാതെ നിങ്ങളിട്ട കമന്റ്സ് ഒന്നുമല്ല, എല്ലാവരുടെയും കമന്റ്സ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ സിംഗിൾ കമന്റ്സും കട്ട് ചെയ്യണത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഫുൾ ഡേ ഈ വീഡിയോ ഇരുന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് ഇനിയുള്ളത് എല്ലാവരുടെയും കമന്റ്സ് കട്ട് ചെയ്ത് മടക്കി ലാസ്റ്റ് ആ ബോക്സിൽ ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ വീഡിയോ ഓവർ ലെങ്തി ആയി പോവും. അങ്ങനെ ഓൾമോസ്റ്റ് ഇത്ര ആയപ്പോഴേക്കും തന്നെ എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ, വേറെ എന്തൊക്കെയൊക്കെയോ തിരക്ക് വന്നിട്ട്. അപ്പം പിന്നെ ഓർത്തു ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ എണീച്ചിട്ട് ഇനി ബാക്കിയുള്ളത് ചെയ്യാന്ന്. നെക്സ്റ്റ് ഡേ എണീച്ച് ഇത്രയും ചെയ്തപ്പോഴേക്കും ഒറ്റപ്പാലത്തേക്ക് പോകേണ്ടത് കാരണം ബാക്കിയുള്ളത് പിന്നെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചെയ്തപ്പോൾ ഈ ബൗളിലാണ് കേട്ടോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഈ വെട്ടിയിട്ടത് നേരെ ഫോൾഡ് ചെയ്തിട്ട് അതിന് വിന്നറിനെ സെലക്ട് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അതിന് വിന്നറിനെ സെലക്ട് ചെയ്യുക. ലാസ്റ്റ് കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ എല്ലാം മടക്കി കഴിഞ്ഞു കേട്ടോ. കട്ടിയിലും മടക്കലും ഒക്കെ കഴിഞ്ഞു. നിങ്ങളതിനെ പോലെ തന്നെ ഇപ്പം ഞാനും എക്സൈറ്റഡ് ആണ് വിന്നറിനെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാതും കൂടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഓർഗനൈസറിൻ്റെ ഇത് കാലിയായി കിടന്ന ബോക്സ് എടുത്തതാണ് ഞാൻ. ഇത്രയും കമന്റ്സ് കൊള്ളണ്ടേ, അതിന് പാകത്തിന് ഇതാണ് കിട്ടിയത്. അങ്ങനെ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടു. ലാസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് ഷേക്ക് ചെയ്തു.
അങ്ങനെ ഷെയ്ക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരെണ്ണെടുത്തു. ഏതെടുക്കുന്ന കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഒന്നെടുത്തപ്പോൾ ഒന്ന് കൂടെ വന്നു. അതിൽ ഒരെണ്ണിട്ടിട്ട് മറ്റതെടുത്തു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഗീവ് അവയുടെ വിന്നർ. എന്തായാലും എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുക്കാം ഞാൻ. ഈ ആരോന്റെ നേരെ കാണാനാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം ID. ഇൻ കേസ് ഈ വിന്നറായിട്ട് കോൺടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണമല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കമന്റും കൂടി പിക്ക് ചെയ്യാം അതിന്ന്. അങ്ങനെ നന്നായി ഷേക്ക് ചെയ്തു. വീണ്ടും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ എടുത്തു. അപ്പോൾ കുറച്ചധികം വന്നപ്പോൾ അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ടു. ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് വിന്നർ. അപ്പൊ വിന്നറിനെ 2 ദിവസത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്യുക. കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട. അടുത്തത് ഇതിൽ അടിപൊളിയായ ഗീവ് അവേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് വിന്നർ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് വിന്നറിനായിരിക്കും ഗീവ് അവേ കിട്ടുക. അതുകൊണ്ട് തന്നെ വേഗം കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഈ ഗീവ് അവോട് കൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും കമന്റ് പിക്കർ വഴി വിന്നറിനെ സെലക്ട് ചെയ്യുള്ളൂ. ഇതിപ്പോ ഒന്ന് വെറൈറ്റി ആവാൻ നോക്കിയത്. ഒരു ദിവസത്തെ മെനക്കേടായിരുന്നു. എന്തായാലും ഗീവ് അവേ വിന്നർക്ക് എന്റെ വക കൺഗ്രാറ്റുലേഷൻസ്. കിട്ടാത്തവരോട് ഇനി നെക്സ്റ്റ് ഗീവ് അവേ ഇതിൽ അടിപൊളി ഗീവ് അവേ ആണ് വരുന്നത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.